സ്പീച്ച് ചെയ്യും, ബുദ്ധ ചെയ്യും, കവാലി പാടും. My story name is Value Depends on Location. സ്കൂളിൽ പോവോ ഓട്ടോറിക്ഷയിൽ അപ്പം റിപ്പീറ്റ് ചെയ്ത് നോക്കും. അതിനമ്മ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചു നിൽക്കണേ അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഗിഫ്റ്റ് തന്നെ ഉണ്ട്. സ്മൈലിംഗ് ഗേൾസ്, റോസി ബോയ്സ്, കമ്മ മമ്മ ലിലി ടോയ്സ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇപ്പൊ പറഞ്ഞാൽ കേൾക്കും, 2 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കും അല്ലേ? ഇന്ന് കൂടെയുള്ളത് ആയിഷയാണ്. മാദിൻ പബ്ലിക് സ്കൂളിലെ LKG വിദ്യാർത്ഥിയായ ആയിഷ ഇംഗ്ലീഷ് പ്രസംഗത്തിലൂടെയും പാട്ടുകളിലൂടെയൊക്കെ ഇപ്പോൾ ഏകദേശം വൈറലായിട്ട് നിൽക്കുകയാണ്. ആയിഷയുടെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ആയിഷേനെ നമ്മൾ അപ്ഡേറ്റ്സിൻ്റെ സ്റ്റുഡിയോ റൂമിൽ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ആയിഷൻ്റെ കൂടുതൽ വിശേഷങ്ങളിൽ പോവാം അല്ലേ? എന്താ വർത്താനം? സുഖം. സുഖം. എന്തിനാ വന്നേ? സ്പീച്ച് യൂട്യൂബിൽ ഇറക്കാൻ. എന്തൊക്കെ ചെയ്യുക? സ്പീച്ച് ചെയ്യും, പിന്നെ സ്പീച്ച് ചെയ്യും, ബുദ്ധ ചെയ്യും, കവാലി പാടും, ഇംഗ്ലീഷ് പാട്ട് പാടും, മലയാളം പാടും, അങ്ങനെ കുറേ എണ്ണം പാടും. സ്പീച്ച്, ബുർദ, കവാലി, ഇംഗ്ലീഷ്, മലയാളം, അങ്ങനെ കുറേ പാട്ടും പ്രസംഗമൊക്കെ ഉണ്ട് അല്ലേ? നമുക്ക് ഇന്ന് ആദ്യം ഏതാ ചെയ്തുതരാം? സ്പീച്ചോ? എന്നാ സ്പീച്ച് കേൾക്കാം. I'm telling a beautiful story. My story name is Value Depends on Location. One day, a son asked his father, "Father, what is my life worth?" Father gave him a stone and said, "My dear son, if you wanted to know the value of your life, if someone asked you the price, keep quiet and hold up 2 fingers." The son followed the father's instruction and went to the market. After some time, the older woman approached him and asked, "How much this stone worth?" The son, "Keep quiet and hold up 2 fingers." Old woman asked, $2. I will try to pay. ഈ സ്പീച്ച് പാട്ടൊക്കെ എങ്ങനെ പഠിച്ചത്? അതിങ്ങനെ ഞാൻ എപ്പോഴും റിപ്പയർ ചെയ്യും. ഇങ്ങനെ ഇമ്മ കാണാതെ പിന്നെ ക്ലാസ്സിൽ നിന്ന് പിന്നെ ഓട്ടോറിക്ഷ ഞാൻ സ്കൂളിൽ പോകും ഓട്ടോറിക്ഷയിൽ അപ്പം റിപ്പീറ്റ് ചെയ്ത് നോക്കും. പിന്നെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മനസ്സിലും റിപ്പീറ്റ് ഇങ്ങനെ നോക്കും. പിന്നെ എല്ലായിടത്തും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടാറുണ്ട്. അപ്പം എൻ്റെ അമ്മയും കുറച്ച് പഠിപ്പിച്ചതും അപ്പം പഠിച്ച വരെ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ പോവും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ സ്റ്റേജിൽ നിന്നൊക്കെ കിട്ടും. അപ്പം ഞാൻ എല്ലായിടത്തും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഇമ്മ കുറച്ച് പഠിപ്പിച്ച് തരുമ്പോൾ അത് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പോവും. അങ്ങനെ ഇങ്ങനെ കിട്ടും. ഈ സ്പീച്ചൊക്കെ പറയുമ്പോഴേ ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആക്കണം എന്നൊക്കെ ആരാ പറഞ്ഞേ? അതിനമ്മ ഇങ്ങനെ ആക്ഷനൊക്കെ കാണിച്ചു നിൽക്കണേ. അപ്പം ഞാൻ ആക്ഷന് കൂടിയോടെ ഞാൻ പറഞ്ഞതാണ്. ഇങ്ങനെ തന്നെയാണ് സ്റ്റേജിൽ നിന്നും പറഞ്ഞത്. അപ്പം ഇങ്ങനെ തന്നെയാണ് ഇവിടുന്ന് പറയുന്നത്. ടീച്ചർമാരൊക്കെ എന്താ പറഞ്ഞത് സ്പീച്ച് കേട്ടിട്ട്? അടിപൊളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഗിഫ്റ്റ് തന്നെ ഉണ്ട്. ഗിഫ്റ്റൊക്കെ കിട്ടിയോ? തന്നെ. ഇനി ഏതാ പാടുക? ജും ജും കേ ചലോ ജും ജും കേ, ജും ജും കേ ചലോ ജും ജും കേ, ജും ജും കേ ജും ജും കേ ജും ജും കേ, ഹൂജാ പിയാ का नाम करो जुम जुम के, हूजा पिया के नाम करो जुम जुम के, जुम जुम के चलो जुम जुम के, जुम जुम के जुम जुम के जुम जुम के, हूजा पिया का नाम करो जुम जुम के, सर्वबती लागो लंगट डागो, हो जा पिया हो जा करना नाग कागो,
ആരെ ഈ ബുർദക്കാരെ പഠിപ്പിച്ചെന്ന് മജിയാണോ? ഞാനിങ്ങനെ അത് എന്താ അവിടെ ഞാൻ ചൂലാഞ്ചിലാണ് ഇപ്പം ചൂലാന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം അവിടെ കുറേ പരിപാടി നടക്കുമ്പോൾ കുറേ കുട്ടികൾ പാടും. അപ്പം ഞാൻ അതും പഠിക്കും. ഒക്കെ കേട്ട് പഠിച്ചതാ എന്നെ. ഇനി വേറെ ഏതാ പാട്ട് പാടുക? ബുർദല്ലാതെ ഇംഗ്ലീഷോ മലയാളോ ഏതാ പാട്ട് പാടുക? ഇംഗ്ലീഷിൽ. ഇംഗ്ലീഷിലൊരു ചെറിയ പാട്ടും കൂടി പഠിച്ചു. Smiling girls, rosy boys, come mama, lily toys, monkeys ride on quarter ride, jumping horses spin around. ഏത് ടീച്ചർ അതൊക്കെ പഠിപ്പിച്ചെന്നേ? പ്രിയ മാഡം. പ്രിയ മാഡം എന്തൊക്കെയാ പ്രിയ മാഡം കുറച്ച് പഠിപ്പിച്ചതും ഉമ്മ കുറച്ച് പഠിപ്പിച്ചതും പിന്നെ എനിക്കിത് ഇങ്ങനെ ഫസ്റ്റ് കിട്ടിയതും AP ഉസ്താദും തങ്ങൾ ഉസ്താദും മന്ദിച്ചെന്നുകൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. അപ്പോൾ ഓരോ പ്രാവശ്യം എൻ്റെ ഒപ്പം പറഞ്ഞാൽ കേൾക്കും, 2 പ്രാവശ്യം പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ ഇപ്പം പറയും, അപ്പം ഞാൻ പെട്ടെന്ന് കേൾക്കും. അതാണ് ഞാൻ. ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കും അല്ലേ? അങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്. ഒരു പ്രാവശ്യം പിമ്മിയും പറഞ്ഞ ഒക്കെ അനുസരിക്കും അല്ലേ? അപ്പം എല്ലാ കുട്ടികളും അങ്ങനെ ആവണ്ടേ? എല്ലാ കുട്ടികളും ഒരു പ്രാവശ്യം ഇപ്പിമ്മയും പറഞ്ഞാൽ എപ്പോഴും കേട്ടാൽ നമുക്ക് ബുദ്ധിയും ആരോഗ്യം ഫുള്ളും തരും. പിന്നെ നമ്മൾ ഭക്ഷണം കേൾക്കണം. മൊബൈല് ഗെയിം കളിച്ചാൽ നമ്മളെ കണ്ണിൽ കാഴ്ച കിട്ടില്ല. നമ്മൾ പിന്നെ കണ്ണാടി വെച്ച് നടക്കേണ്ടി വരും.